തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള ഉണ്ട്. അല്ല, ഒരു മാധ്യമ പ്രവർത്തകന് തീവ്രവാദി എനിക്ക് പറയാനുള്ള പറയാണ് എന്ത് അടിസ്ഥാനത്തിലുള്ള തീവ്രവാദി എന്ന് പറയുന്നത് എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം. താൻ കൂടുതൽ അസർക്കൊന്നും വേണ്ട. എനിക്ക് ഞാൻ തീരാനുണ്ട് അർജുനുണ്ട്. വേണ്ട, പറച്ചിലുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്നാണ് പറഞ്ഞത്. എന്ത് അടിസ്ഥാനത്തിലാണ് അത് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് അറിയാവുന്നതുണ്ട്. സ്വാഭാവികമായും അതിനൊരു വ്യക്തത വേണമല്ലോ. അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമായിക്കോളാം. തന്നോട് ചോദിച്ചില്ലടോ. ഒരാൾ ചോദിച്ചാൽ മതി. അത് എന്റെ അനുഭവത്തിൽ അതുണ്ട്. അത്ര മാത്രമേ ഇനി കൂടുതൽ അതിനെ പറ്റി ചോദിക്കണ്ട. മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത്. ആ കേരളം മാറുകയാണോ, ആ മാറ്റം എങ്ങോട്ട് എന്നത് നാം ഗൗരവമായി കാണും. ഞങ്ങൾക്കിതിൽ തുറന്ന മനസ്സാണ്. കുറച്ച് വോട്ടുകൾക്കും 4 സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല. മുട്ടിന് എടുത്തു വീശാൻ പോന്ന പാകത്തിൽ ആഭ്യന്തര വകുപ്പ് ഉപയോഗിക്കുന്ന ഒരു വജ്രായുധമുണ്ടല്ലോ, കലാപാഹ്വാനം. നമ്മളേറെ കേട്ടിട്ടുള്ളതാണ് അല്ലേ? അത് പക്ഷേ അട്ടത്ത് പൊടി പിടിക്കാൻ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പുസ്തകക്കെട്ടിൽ മടക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് കളങ്കം ചാർത്തുന്ന വിധത്തിൽ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തി വന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളുമില്ലാതെ മുന്നോട്ടു പോകുന്നിടത്താണ് വെള്ളവും വളവും കണ്ടെത്തി വീണ്ടും വീണ്ടും ഈ മഹാസൂക്തങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഇന്ന് കേരളത്തിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ ഇതൊക്കെയാണ്. തീവ്രവാദിയാണെന്ന് അറിയാം, വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമാക്കാം. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഈരാറ്റുപേട്ടക്കാരനാണ്, MSF-കാരനാണ്, പശ്ചാത്തലമുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമുണ്ട്. നോക്കൂ, ഞാനോ നിങ്ങളോ നമ്മുടെ സ്വന്തം താല്പര്യപ്രകാരം, നമ്മുടെ ബോധ്യത്തിൻ പ്രകാരം കേരളത്തിന്റെ സമൂഹത്തിൽ അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യജീവിയെ നോക്കി തീവ്രവാദി എന്ന് വിളിച്ചാൽ ജയിലിൽ പോയി കിടക്കും. ആത്മാഭിമാനമുള്ളൊരു മനുഷ്യൻ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ പരാതി ഉണ്ടാകും. ഇവിടെ അന്തസ്സോടുകൂടിയാണ് രാഷ്ട്രീയം പ്രവർത്തിക്കേണ്ടത് എന്ന് തോന്നുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് എങ്കിൽ അകത്ത് പോയി കിടക്കും. അല്ല, അങ്ങനെ കലാപാഹ്വാന പ്രകാരം കേസെടുക്കേണ്ടതാണ് എന്ന വകതിരിവുള്ള ഒരു ഭരണകൂടം ഇവിടെയുണ്ട് എങ്കിൽ അകത്ത് പോയി കിടക്കും. ഇതൊന്നുമില്ലാതെ കൂട്ടുകൂടുകയും കൈപിടിച്ച് നടക്കുകയും വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നടക്കാനും ആളുകളുണ്ട് എങ്കിൽ ഈ വാക്വിലാസം ഇങ്ങനെ തുടരുകയും ചെയ്യും. കലാപാഹ്വാനം കട്ടപ്പുറത്താണോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ഇടത് സഹയാത്രികൻ ശ്രീ റജി ലൂക്കോസ്, അനിൽ ബോസ് കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP-യിൽ നിന്ന്, ശ്രീ ജോസഫ് സി മാത്യു രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ ജോസഫ് സി മാത്യു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ ജോസഫ് സി മാത്യു കേൾക്കാമോ? ശ്രീ ജോസഫ് സി മാത്യു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ശ്രീ ജോസഫ് സി മാത്യു, വെള്ളാപ്പള്ളി നടേശനെതിരെ മുൻപ് കേസെടുത്തിട്ടുണ്ട്. കേരള പോലീസ് തന്നെ കേസെടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസ് ആണ് ഭരണത്തിൽ. അന്ന് സമൂഹത്തിന്റെ സൗഹൃദത്തിന് കളങ്കം ചാർത്തുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ, പ്രകടനങ്ങൾ ഉണ്ടായി എന്നതിന്റെ തിരിച്ചറിവിൽ VM സുധീരന്റെ പരാതിയിലാണ് കേരള പോലീസ് കേസെടുത്തത്. അതിനുശേഷം ഒരുപാട് തവണ ഈ പോയ വർഷങ്ങളിൽ, ഈ ഏറ്റവും അടുത്ത സമയത്തും വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സമുദായങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ജില്ലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ഇങ്ങനെ അനസ്യൂതം നിരന്തരം ഈ തരത്തിലുള്ള പ്രകടനങ്ങൾ, പ്രതികരണങ്ങൾ നടത്തി കേരള സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? മധു, നമ്മൾ ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു പദമാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും പറയും ഉളുപ്പ് എന്നൊക്കെ നമ്മളിപ്പം കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയും. ഇത്
ഈ ഇച്ഛാശക്തി പോയിട്ട് രാഷ്ട്രീയമായിട്ട് ഒരു ക്ലാരിറ്റിയും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഈ കാണുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കേസെടുക്കാത്തത് എന്താണെന്നൊക്കെയുള്ള ചോദ്യമുണ്ടല്ലോ. നേരത്തെ ഇവിടെ മാധു ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ നൗഷാദ് എന്നുള്ള ഒരു വ്യക്തി മാൻഹോളിൽ പോയ സമയത്ത് ഇദ്ദേഹം നടത്തിയ തികച്ചും വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ അന്ന് KPCC പ്രസിഡന്റ് UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ കൊടുത്ത പരാതിയുടെ മേളിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു. കേസെന്നുള്ളത് പോട്ടെ, സാങ്കേതികം. ആ ഗവൺമെൻറ്റും ആ ഭരിക്കുന്ന പാർട്ടിയും ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. ആ നിലപാടെടുക്കുകയും ഇത് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹത്തോടും കേരളത്തോടും പറയുകയും ചെയ്യുന്നു. അവിടെ ഈ കോൺഗ്രസ്സിന് അതിൻ്റെ നേതാവ് VM സുധീരന് ഉള്ള ഒരു ഇച്ഛാശക്തി അതിൻ്റെ 4/1 പോലും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന നേതൃത്വത്തിനും ഇല്ലെങ്കിൽ നമുക്ക് കഷ്ടം എന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുക? ജോസഫ് സി മാത്യു കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ജോസഫ് സി മാത്യു അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് അനുകൂലമായ പ്രസ്താവനകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ CPMന് ഉത്തരവാദിത്തമില്ല എന്നുള്ളത്. അന്ന് VM സുധീരൻ പരാതി കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ ഒരു പരാതി കൊടുക്കാനോ ഇതിനെ അപലപിക്കാനോ പോന്ന ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാമല്ലോ. അതിപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ കേസിലും അമിത്ഷായുടെ കേസിലും ഒക്കെ പറയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പറയാവുന്ന സ്വീകരിക്കാവുന്ന കാര്യം സ്വീകരിക്കും, അല്ലാത്തത് തള്ളിക്കളയും എന്നുള്ളത്. അതിപ്പോൾ ആർക്കും എല്ലാവരുടെയും കേസിൽ പറയാവുന്ന ഒരു സാമാന്യവൽക്കരിച്ചുള്ള ഒരു പ്രസ്താവന. അതല്ലല്ലോ രാഷ്ട്രീയമായിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്ന ചോദ്യവും ചോദിക്കാതെ തന്നെ അദ്ദേഹം കേരളത്തോട് പറയേണ്ട ഉത്തരവും. കാരണം അതൊരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. അവിടെയാണ് ഞാൻ പറയാൻ വന്നത്. ഈ നേരത്തെ 2015 സ്റ്റേറ്റ്മെൻറ്റുകൾ പിണറായി വിജയൻ്റെ തന്നെ നിങ്ങളെടുത്ത് കേൾപ്പിച്ച് നോക്കൂ. അതിൻ്റെ കാരണമുണ്ട്. നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം വർഗീയതയുടെ കട തുറക്കാൻ ഇവിടെ ഇറങ്ങിയ സമയത്ത് VS അച്യുതാനന്ദൻ എടുത്ത ഒരു പൊസിഷനുണ്ട്. ഞാനത് വളരെ അടുത്ത് നിന്നത് കണ്ടിട്ടുള്ളതാണ്. അതായത് അത് രൂപപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിനുള്ള എൻ്റെ 100-1 പൊളിറ്റിക്കൽ ക്ലാരിറ്റി, രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യം ഇന്നത്തെ ഒരു നേതാക്കന്മാർക്കും ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം. അന്ന് അദ്ദേഹം ഇറങ്ങിയതിൻ്റെ പിറകെ ആണെങ്കിൽ പോലും ശക്തമായ ആക്രമണവുമായിട്ട് ഇറങ്ങിയ ആളാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളീ പറയുന്ന കലാബഹുവനമെല്ലാം പോകട്ടെ, ഇന്നിപ്പോൾ ഇടുക്കിയിൽ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ ഒരു സ്വീപ്പർ തസ്തികയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ 5000 രൂപ ശമ്പളത്തിലുള്ള ഒരു താൽക്കാലിക ജീവനക്കാരിയെ പിരിച്ചുവിട്ട വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം എന്താ? അവരുടെ 16 വയസ്സുള്ള മകൻ UDFന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ UDFന് വേണ്ടി 16 വയസ്സുള്ള മെച്യൂരിറ്റി പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻ പ്രവർത്തിച്ചാൽ അത് ഒരു 5000 രൂപ ശമ്പളക്കാരിയുടെ ഉപജീവന മാർഗം മുടക്കാനുള്ള ഘോര കുറ്റമാണ് എന്ന് കരുതുന്ന ഒരു പാർട്ടിയുടെ മുന്നിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ 4/3 ഭാഗവും BJPയിലാണെന്നുള്ളതിൽ സംശയമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രന് വേണ്ടി വോട്ട് പിടിച്ചതാണെന്ന് സംശയമുണ്ടോ? അദ്ദേഹത്തിൻ്റെ മകൻ NDAയുടെ കൺവീനറാണ്, ഇപ്പോഴും ഉന്നത നേതൃത്വ കൺവീനറാണോ എന്ന് എനിക്കറിയില്ല, ഉന്നത നേതൃത്വത്തിലാണ്. ഇതിൽ സംശയമുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നത് NDA കൺവീനറാണ്. ഇത് ഒരു അയോഗ്യതയായിട്ട് ഇവർക്ക് തോന്നുന്നില്ല. അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ വർഗീയതയാണെന്ന് നമുക്ക് എല്ലാം അറിയാം. ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട്. ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് 3 കാരണങ്ങളാണ് കണ്ടെത്തുന്നത്. ഇദ്ദേഹം പണ്ട് MSFൻ്റെ ലീഡറായിരുന്നു, ഇയാൾ മുസ്ലിമിൻ്റെ നേതാവാണ്, ഇയാൾ ഈരാറ്റുപേറ്റക്കാരനാണ്, എങ്കിൽ പിന്നെ തീവ്രവാദി തന്നെ. അങ്ങനെ ഒരു പറച്ചിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ ഇരുന്നാ പറയുന്നത്? അദ്ദേഹം പറയുന്നു ശിവഗിരിയിൽ ഇരുന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്നു, ശിവഗിരി എന്ത് സ്ഥാനമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന്. ശിവഗിരി അല്ലാതെ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴെല്ലാം അദ്ദേഹം വഹിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. മതദ്വേഷം ഏതുമില്ലാതെ സോദരദ്വേനെ വാഴുന്ന എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പ്രസംഗിക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് മുഴുവൻ മതദ്വേഷമല്ലേ, ഈ വർഗീയതയല്ലേ വമിപ്പിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 1-ാം നമ്പർ കാറിൽ കയറ്റിക്കൊണ്ടുപോകണം. അദ്ദേഹത്തിന് കാറില്ലാഞ്ഞിട്ടല്ല, കാറിൽ കയറുന്നതല്ല പ്രശ്നം. ഇവിടെ ഇപ്പോൾ ചോദ്യം പറയുന്നത് ബിനോയ് വിശ്വത്തിൻ്റെ കാറാണോ പിണറായി വിജയൻ്റെ കാറാണോ? ബിനോയ് വിശ്വത്തിൻ്റെ കാറിൽ ആരെ കയറ്റണമെന്ന് ബിനോയ് വിശ്വത്തിന് തീരുമാനിക്കാം, പിണറായി വിജയൻ്റെ കാറിൽ ആരെ കയറ്റണമെന്ന് പിണറായി വിജയന് തീരുമാനിക്കാൻ സംശയമില്ല. പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാറിൽ ആരൊക്കെ കയറണമെന്ന് അദ്ദേഹത്തിന് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ കഴിയുമോ? ആ കാറിൻ്റെ ഒരംശം ബിനോയ് വിശ്വത്തിന് അവകാശപ്പെട്ടതാണ് അധികാരത്തിൻ്റെ ഇത് നോക്കിയാൽ. മറിച്ച് ജനാധിപത്യത്തിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിയാൽ അത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്.
അവിടെ ഈ വർഗീയ വിഷം വമിക്കുന്ന ഒരാളെ ആഘോഷിച്ചു കൊണ്ടുവന്ന് നവോത്ഥാന കമ്മിറ്റിയുടെ തലവനാക്കി വെച്ചുകൊണ്ട് നവോത്ഥാനം കേരളത്തിന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് സംസ്ഥാനത്തെ ബാക്കി നേതാക്കന്മാർക്കൊക്കെ അറിയില്ലായിരിക്കാം, അത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പിണറായി വിജയൻ ഇത് നന്നായി അറിയാം, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇത് കേരളത്തോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോഴിത് സഹിക്കേണ്ടി വരുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു പാലമാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് ഇവിടുത്തെ പ്രശ്നവും. ഈ പാലത്തെ പിണറായി വിജയൻ ആവശ്യമുള്ളത് കൊണ്ടാണ് സഹിക്കുന്നത്, അല്ലാതെ ഇത് വർഗീയതയുടെ പാലമാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഇതാണ് കേരളത്തിൻ്റെ പ്രശ്നം. ഈ വർഗീയ വിഷം വമിക്കുന്ന നാവ് കൊണ്ട് അദ്ദേഹം കൊണ്ടു നടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പിണറായി വിജയൻ തന്നെ നേരത്തെ TJ ചന്ദ്രചൂഡിനെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നാവ് വാടകയ്ക്ക് കൊടുക്കരുതെന്ന്. ഇപ്പോൾ പിണറായി വിജയൻ്റെ നാവ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ നാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ LDFിലെ ഡെക്കോറത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് സംസാരിക്കേണ്ട കാര്യം എന്താ? LDFിനുള്ളിൽ CPI പറയണം, പുറത്ത് പറയാൻ പാടില്ല എന്ന് അവിടുത്തെ ഡ്രിൽ മാസ്റ്ററുടെ ജോലി വല്ല ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് എന്താ വേവലാതി? ഇദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യം പറയട്ടെ. ഇദ്ദേഹം സമുദായത്തെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക്, ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് വീതം വെക്കാവുന്ന രീതിയിൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ കിട്ടാത്ത കണക്കാണ് പറയുന്നത്. അത് സംബന്ധിച്ചൊരു ചോദ്യത്തിലാണ് അദ്ദേഹം പ്രകോപിതനായ. സമയമുണ്ടെങ്കിൽ ഞാൻ അത് പിന്നെ പറയാം. പക്ഷെ ഇദ്ദേഹം LDFിന്റെ കാര്യത്തെക്കുറിച്ച് അകത്തല്ലേ പറയേണ്ടത്, പുറത്തെന്തിനാ പറഞ്ഞത്? കേന്ദ്രത്തിന്റെ സബോർഡിനേറ്റ് ആണ് സംസ്ഥാനം, കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടതാണ് സംസ്ഥാനം. അതുകൊണ്ട് കേന്ദ്രം PM-ശ്രീ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കണം. ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായം അദ്ദേഹത്തിന് പറയാം. അത് BJPയുടെ അഭിപ്രായമാണ്. അത് അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം CPIയോടും LDFിൻ്റെയും ഡെക്കോറം ആണ് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ PM-ശ്രീയെ കുറിച്ച് സംസാരിക്കാനല്ല, CPI പുറത്തു പറയുന്നതിനെ കുറിച്ച് പറയാനാണ്. ഇതാരുടെ വേവലാതിയാണ്? ഇതാരുടെ വേവലാതിയാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വാടകയ്ക്കെടുത്ത നാവാണ്. ഇത് സഞ്ചരിക്കുന്നത് 1-ാം നമ്പർ കാറിലാണെങ്കിൽ അതിന് വില കൂടും. ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ വർഗീയ വിഷം വമിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഞാൻ അങ്ങനെയൊക്കെ വരാം. അടുക്കനാണിൽ ബോസ്, നോക്കൂ, കേരളത്തിൽ നമുക്കൊരു അഭിമാനമുണ്ടല്ലോ, നമ്മൾ അന്തസ്സുള്ള മനുഷ്യരുടെ ഒരു കൂട്ടമാണ് എന്ന്. നമ്മൾ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യരുടെ കൂട്ടമാണ് എന്ന് ഏതൊരു മനുഷ്യനും അഭിമാനമുണ്ടാകുമല്ലോ. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി തീവ്രവാദി എന്ന് വിളിക്കാൻ നാക്കുയരാൻ കഴിയുന്ന ഒരു തിണ്ണമെടുക്കുണ്ടാകുമല്ലോ. ഒരു അധികാരത്തിന്റെ അപ്രമാദിത്വത്തിന്റെയൊക്കെ ഒരു അഹങ്കാരം ഉണ്ടാകുമല്ലോ. അതെങ്ങനെയാണ് ഇത്ര പരസ്യമായി പ്രകടമാക്കാൻ കഴിയുന്നത്? അതിന് കേരളത്തിന്റെ മണ്ണിൽ ഇടമുണ്ടാകുമെന്ന് വിചാരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത്ര തലമുതിർന്ന ഒരു നേതാവിന്? എങ്ങനെയാണത് സാധ്യമാകുന്നത്? എങ്ങനെയാണ് ഈ സമൂഹം അതിനോട് പൊറുക്കുന്നത്? ആമുഖമായി തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ചെറിയൊരു പദവിയൊന്നുമല്ല. വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഘടനയും കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിന് ശക്തമായ പങ്കാളിത്തം നൽകിയ ഒരു സംഘടനയുമാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രയോഗമാണ് ഇപ്പോൾ ഉണ്ടായത് എന്ന് പറയാതെ നിവൃത്തിയില്ല. അത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇത്രയും പൊതുസമൂഹം, അത് നാനാജാതി മതസ്ഥർ അംഗീകരിക്കുന്നൊരു പദവിയിലാണ് ഇരിക്കുന്ന ആളുകൾക്ക് വ്യക്തിപരമായ സവിശേഷതകളും ദോഷങ്ങളുമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇങ്ങനൊരു പരാമർശം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. ഞാനൊക്കെ തുറന്ന് ഞാൻ പറയുകയാണ്, ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയുകയാണ്. അദ്ദേഹം ഈ സംഘടനാ രംഗത്ത് വരുന്നതും ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നതും അതിൽ പ്രവർത്തിക്കുന്നതുമൊക്കെ കാണുമ്പോൾ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള ആളാണ്. ആ റെസ്പെക്റ്റും കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രത്യേകിച്ച് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെ ഇത്രയും സരസമായി കൈകാര്യം ചെയ്തിരുന്ന പൊതുപ്രവർത്തകർ, ഒരുപക്ഷെ രാഷ്ട്രീയക്കാരേക്കാൾ വളരെ ചടുലതയോടുകൂടി മാധ്യമപ്രവർത്തകരെ, ആലപ്പുഴയിലൊക്കെയുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇത്രയും മെയ്വഴക്കമില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ 1-ാം നമ്പർ കാറിന് എന്തോ വലിയ കുഴപ്പമുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ എന്ന് കയറിയോ അന്ന് ചാനൽ പോയോ എന്ന് എനിക്ക് സംശയമാണ്. അത് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അതിനുശേഷം 2015 നൗഷാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മനുഷ്യന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്.
എനിക്കത് ആവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മാത്രം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ് ഇതിന്റെ അവതാരികയിൽ പോലും അത് പറയാതെ പോയത്. ആ നിലയ്ക്കൊരു പരാമർശം ഉണ്ടാകുന്നത് 1-ാം നമ്പർ കാറിൽ കയറിയതിനു ശേഷമല്ല. അല്ല മാധു, ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കണ്ട. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിച്ചില്ലല്ലോ. അദ്ദേഹം ചെയ്തത് തെറ്റാണെന്നല്ലേ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. അദ്ദേഹം അത് നിരുപാധികം പിൻവലിക്കേണ്ടതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. ഇതിനു മുമ്പുണ്ടായ നൗഷാദ് സംഭവം ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു തന്നെ പ്രതിപാദിച്ചു. ആ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവല്ലേ VM സുധീരൻ, ഞങ്ങളുടെ മുന്നണി സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ശ്രീ രാജൻ ബാബു. ആ രാജൻ ബാബു അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് കാർക്കശ്യമുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചില്ലേ? ഞങ്ങൾ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് മാധു ഉൾക്കൊള്ളാതെ പോയി. ഞാൻ പറഞ്ഞത് അതിനു മുൻപും സമാനമായ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയുമെന്ന് പറഞ്ഞതാണ്. അല്ല, ഒരു സെക്കൻഡ് എൻ്റെ മാധു, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. നിങ്ങൾ ഒന്ന് അടങ്ങ്. ഹലോ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവനകളെ കുറിച്ചോ കോലാഹലങ്ങളെ കുറിച്ചോ അല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങേക്കതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരി, അങ്ങ് പൂർത്തീകരിക്കൂ. ഈ അടങ്ങ് ഒന്നും അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ആ രീതിയല്ല ചർച്ച. അങ്ങനെ ആരെങ്കിലും അടങ്ങാൻ പറയുമ്പോൾ എന്ന് പറയുന്ന രീതി ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ എൻ്റെ ചെലവിലല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് അതൊക്കെ പോട്ടെ, അത് ആ രീതിയിൽ എടുക്കാതെ ഞാൻ പറഞ്ഞതിനർത്ഥം ഇവിടെ വിവാദ പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ല എന്നോ അദ്ദേഹം പറഞ്ഞ ശരികേടുകൾ ഏതൊക്കെയുണ്ടോ അതിനെ ഒന്നും ന്യായീകരിക്കുകയല്ല ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകരെ, ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നത് അത്ഭുതത്തോടുകൂടി മറ്റു പല പാർട്ടി, എൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെക്കാൾ മനോഹരമായി കൈകാര്യം ചെയ്യുന്നത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ആളാണ്. എന്നാൽ അങ്ങനെ ഒരാൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഞാൻ ചോദിച്ചോട്ടെ, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരാൾ ഒരു മാധ്യമപ്രവർത്തകൻ്റെ മൈക്ക് തട്ടുന്ന അവസ്ഥയിലേക്ക് നാക്കും കടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ഇന്നത്തെ പത്രസമ്മേളനം നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? അദ്ദേഹം ഇരിക്കുന്ന പദവിയെ തിരസ്കരിച്ചുകൊണ്ടല്ല, ആ സമുദായത്തെ, ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സമുദായവും സംഘടനയാണെന്ന് SNDP യോഗം. പക്ഷെ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തുന്നത് എല്ലാ ലക്ഷ്മണരേഖയും കടന്നിരിക്കുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞ ആ നിലയിൽ നിലവിട്ടുള്ളൊരു പെരുമാറ്റം, പ്രസ്താവനകളുണ്ടാവാം, പ്രസംഗങ്ങളുണ്ടാവാം, പക്ഷെ ഇങ്ങനെ ഒരു പെരുമാറ്റം എന്ന് പറയുന്ന 1-ാം നമ്പർ കാറിൽ കയറിയതിന് ശേഷമാണ് എന്ന് പറയുന്നത് അതിഗൗരവത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് CPM ആണെന്നേ. CPM സംസ്ഥാന സെക്രട്ടറി എന്താ അദ്ദേഹത്തിൻ്റെ വായി പഴയിരിക്കുവാണോ? മറുപടി പറയണ്ടേ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തോട്? അതോ LDF കൺവീനറുടെ ചുമതല SNDP ജനറൽ സെക്രട്ടറിക്ക് കൊടുത്തോ CPM? അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നണിയെക്കുറിച്ചുമാണെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം LDF കൺവീനറാണോ? അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആണോ? അല്ലെ CPM മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വക്താവാണോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഇത് ഗവൺമെന്റ് ആക്ട് ചെയ്യണ്ടേ ഇത്തരം കാര്യങ്ങളിൽ? എന്തുകൊണ്ട് ഗവൺമെന്റ് ആക്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആക്ട് ചെയ്യുന്നില്ല? മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് സരസ്വതി കൃപയുണ്ട്. 100% ശരിയാണ്. അദ്ദേഹത്തിന് ഒരാൾ സംസാരിക്കുന്നതിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്ന് എനിക്ക് അങ്ങേ ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. ഞാൻ മറ്റതിഥികളിലേക്ക് പോയതിനു ശേഷം അങ്ങയിലേക്ക് തിരികെ വരികയും ചെയ്യാം. ശ്രീ റജി ലൂക്കോസ്, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ശ്രീ റജി ലൂക്കോസ്, എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ നടപടി ഉണ്ടാകാത്തത്, നിയമ നടപടി ഉണ്ടാകാത്തത്? ആഭ്യന്തര വകുപ്പ് കേൾക്കുന്നില്ലേ? കേരളത്തിന്റെ പോലീസ് കേൾക്കുന്നില്ലേ? കലാപാഹ്വാനം എന്ന വകുപ്പ് മറന്നുപോയോ? അല്ല മാധു, എനിക്ക് ആദ്യം പറയാനുള്ളത്, അതിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ അദ്ദേഹം പ്രവർത്തിച്ച സംഘടനയുടെ പേരും പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വിഷലിപ്തമായ രീതിയിലുള്ള ഒരു മറുപടി പറയുകയും അദ്ദേഹത്തിൻ്റെ കുറിച്ച് ആ പറഞ്ഞ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ വാക്കുകൾക്ക് അതിനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തനോട് പോലും ധിക്കാരത്തിലൂടെ തട്ടിക്കേറിയ വെള്ളാപ്പള്ളി നടേശൻ കേരള പൊതുസമൂഹത്തിനൊരു അപമാനമാണ്, ബാധ്യതയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. 100% ഞാനിതിനു മുമ്പ് അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഒരു തർക്കമില്ല കാര്യത്തിൽ. റാഹിദ് റഷീദ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ
അദ്ദേഹം ഇന്നലെ ശിവഗിരിയിൽ വെച്ച് ഈ വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ച ചോദ്യം എന്താണ്? അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മൈക്ക് കൊണ്ട് അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം കുറേ നാളുകളായിട്ട് പറയുന്ന ആ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ആൾ പറയുന്ന കാര്യങ്ങൾക്ക് CPM അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് കേരളത്തിന് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ആവർത്തിച്ച് പറഞ്ഞു. അത് ഏറ്റെടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ ഒരു ബഹുമാനമുണ്ട്. കാരണം അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാരമ്പര്യത്തിലുള്ള കസേരയാണ്. മഹാകവി കുമാരനാശാനൻ ഒരു ദശകത്തിലേറെ ഇരുന്ന കസേരയാണ്. അവിടെയാണ് പല മഹാന്മാക്കളും ഇരുന്ന കസേര. നവോത്ഥാന കേരളത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തൊരു സമൂഹം, ഇന്നും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹം. ജാതി ചോദിക്കരുത്, പറയരുത്, മതമേതായാലും മനുഷ്യൻ നന്നായ മതിയെന്ന് കേരളത്തിനെ പഠിപ്പിച്ച, ലോകത്തിൻ്റെ പല യൂണിവേഴ്സിറ്റികളിൽ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വാക്കുകൾ നമ്മളെ മനസ്സിലാക്കി തന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുയായി ഇദ്ദേഹം ഇന്നും ആ കസേരയിലിരിക്കുന്നത് ഒരു അപമാനമാണെന്ന് ഇപ്പോൾ പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ തുറന്നു പറയാം. കാരണം നമ്മുടെ കേരളത്തിൽ, ഇപ്പോഴത്തെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മതവും ജാതിയാണോ? ഒരു ചെറുപ്പക്കാരൻ, ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം തീവ്രവാദിയാണ്, അദ്ദേഹം MSFൽ പ്രവർത്തിച്ച ആളാണ്, അദ്ദേഹം ഈരാറ്റുപേട്ടക്കാരനാണെന്ന് പറയുമ്പോൾ ഈരാറ്റുപേട്ട എന്താ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപകടകരമായ തീവ്രവാദ മനുഷ്യനാണ് ഈരാറ്റുപേട്ട. എന്റെ നാടിന്റെ വെള്ളാപ്പള്ളി നടേശൻ എന്തു പറയുന്നു എന്നുള്ളത് നിരന്തരം കുറെ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചതും ഈ ചർച്ചയുടെ തലക്കെട്ടിട്ടതിനും കാരണം ഒരാളിങ്ങനെ നിരന്തരം വർഗീയ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെ ഭരണ സംവിധാനം എന്തു നോക്കിയിരിക്കുകയാണ് എന്നാണ്. അല്ല, ഞാൻ അതിന് മറുപടി പറയാം. ഒരു ഭരണ സംവിധാനം എന്തു നോക്കിയിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ തള്ളിക്കളഞ്ഞ ആ ഭരണ സംവിധാനത്തിന് ഉന്നതരായിട്ടുള്ള ആളുകളെ പോലും മൈൻഡ് ചെയ്യാതെ കണ്ട് ഇദ്ദേഹം ഇങ്ങനെ വിഷലിപ്തമായിട്ടുള്ള വർഗീയത പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് നാവിന് സിപ്പിടാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ നിയമ നടപടിയിലേക്ക് പോകത്തക്ക രീതിയിലുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമ നടപടിയിലേക്ക് പോകണം. ആ അഭിപ്രായക്കാരൻ തന്നെ ഞാൻ ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാനതല്ലേ തുറന്നു പറഞ്ഞു. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ഭരണകൂടത്തിന്റെ ഉന്നതിയിലിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ ആലപ്പുഴ അദ്ദേഹത്തിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ഒന്നിച്ചിരുന്നുകൊണ്ട് ആദരിച്ച ആ ചടങ്ങിൽ വെച്ച് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി താങ്കൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം, വളരെ ശ്രദ്ധയോടെ വാക്കുകൾ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് പ്രസംഗിച്ചത് സാധിക്കാത്ത തരത്തിലുള്ള സാമുദായിക ഇടപെടലുകൾക്ക് സാധ്യമായ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന്. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ മലപ്പുറം പരാമർശത്തിന് ശേഷം നേരെ പോയി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുകയാണ് ചെയ്തത്. അതേ വേദിയിൽ വെച്ച്, അങ്ങുന്നയിച്ച അതേ വേദിയിൽ വെച്ച്. പിന്നെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് ഒരു സൗഹൃദ ഭാഷയിൽ പറഞ്ഞു. അതല്ല ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. ആ നിലയ്ക്കല്ല ഈ തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണകൂടം ഇടപെടേണ്ടത്. പിന്നെ ഭരണകൂടം ഒരു വ്യക്തിയുമല്ല. അല്ല മാധു, അവിടെ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തി ഈ സമീപകാലത്ത് വരുന്ന വർഗീയ വിഷയങ്ങൾക്ക് മുമ്പ് സരസനായ ഒരു വ്യക്തിയായിരുന്നു. ആ കാര്യത്തിൽ അനിൽ ബോസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക. ഞാൻ അദ്ദേഹത്തിന് ഒരു 6 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി US ഒരു മാധ്യമത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചയിൽ ഇതുവരെ അനേകം വെള്ളാപ്പള്ളി സ്തുതികൾ ഞാൻ കേട്ടിരിക്കുന്നു. ഇത് നോക്കൂ, നമുക്ക് ഏറ്റവും അവസാനം ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇതൊക്കെയാണ് എങ്കിലും എൻ്റെ അച്ഛൻ ഒരു ഉപദ്രവം വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് പറയുന്നത്. അതായത് വെള്ളാപ്പള്ളി സ്തുതികൾ അനവധി, നിരവധി മണിക്കൂറുകൾ, സെന്റൻസുകൾ, പാരഗ്രാഫുകൾ ശേഷം അദ്ദേഹം പറഞ്ഞത് മോശമായി പോയി എന്ന നിലയ്ക്ക്. ഞാൻ ചോദിച്ചത് വെള്ളാപ്പള്ളി പറഞ്ഞതിനെ കുറിച്ചല്ല. ഞാൻ ചോദിച്ചത് ഒരാൾക്ക് നിരന്തരം ഒരു ബോധ്യവുമില്ലാതെ കേരള സമൂഹത്തെക്കുറിച്ചോ അതിന്റെ സൗഹാർദ്ദ മനസ്ഥിതിയെക്കുറിച്ചോ ഒരു ബഹുമാനവുമില്ലാതെ നിരന്തരം ഇത്തരം പരാമർശങ്ങൾ നടത്താൻ, നിയമത്തെ പേടിക്കാതെ നടത്താൻ കഴിയുന്നത് എന്താണ് എന്നാണ്. അല്ല, ആ ചോദ്യം ഞാൻ കേട്ടിരുന്നു. അത് ന്യായമായ ചോദ്യമാണ്. ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എനിക്കതിന് പറയുന്നതിൽ യാതൊരു മടിയില്ലാതെ ഞാൻ തുറന്നു പറഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ചാരി നിന്ന് സംസാരിക്കാൻ ഞാൻ അതിന് തയ്യാറാകത്തില്ല. എന്താ പറയുക, ആ മാനസികാവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. വെള്ളാപ്പള്ളിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് സർക്കാരിനെ കുറിച്ചാണ്. ശ്രീ റജി ലൂക്കോസ്, ഞാൻ ചോദിക്കുന്നത് സർക്കാരിനെ കുറിച്ചാണ്. അങ്ങ് പറഞ്ഞു പൊതുസമൂഹത്തിൽ ആ മനസ്ഥിതി അല്ല എന്ന്. പൊതുസമൂഹത്തിന്റെ മനസ്ഥിതിയും പൊതു മനസ്ഥിതിയും CPM ഉൾക്കൊള്ളുന്നുണ്ടോ? ഈ പറയുന്നത് തെറ്റായ പ്രവണതയാണ്, അതിനെതിരെ നടപടി വേണ്ടതാണ് എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് തോന്നുന്നുണ്ടോ?
അല്ല ഞാൻ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, വർഗീയ വിഷങ്ങൾ പിന്നെ എന്താ പറയുക ബഹിർസ്മരിക്കുന്നതിൽ പല ആളുകളും കേരളത്തിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അതൊന്നും നമ്മളെ സംബന്ധിച്ചോളം അത് ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ തന്നെയാ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അങ്ങേയറ്റം കേരളത്തിൽ കേൾക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഒരു മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞത് അത് വളരെയധികം തെറ്റാണ്. തെറ്റ് മാത്രമല്ല, ഒരു യുവാവിനെ, ഒരു മാധ്യമപ്രവർത്തകരെ ഇത് പിടിച്ചുപദേശിച്ചു വിടാനുള്ള തെറ്റല്ല. ഇത് തെറ്റായി പോയി കേട്ടോ എന്ന് സൗഹൃദ മനസ്സോടെ തിരുത്താനുള്ള തെറ്റല്ല. ഇത് ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കുന്നു. അയാളുടെ സ്ഥലം, അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം നോക്കൂ. കേരളത്തിൽ MSF ഒരു നിരോധിത സംഘടനയാണോ? ഒരു തീവ്രവാദി പ്രസ്ഥാനമാണോ? എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞ് MSF-ൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ എന്നാ ചോദിക്കുന്നത്. എവിടെയാണ് സ്ഥലം എന്നറിയാമോ എന്നാണ് ചോദിക്കുന്നത്. ഈ നിലയ്ക്ക് അപ്പോ നോക്കൂ, മുൻപ് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞു ഇവിടെ മറ്റു സമുദായക്കാർക്ക് ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായെന്ന്. അപ്പൊ അങ്ങനെ ഒരു സമുദായത്തിൽപ്പെട്ടവർ ഒരുപാടുള്ള ഇടങ്ങൾ ഒക്കെ അവിടെയുള്ളവരൊക്കെ തീവ്രവാദികളാണ്, അവിടെയുള്ളവരൊക്കെ മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുന്നവരാണ് എന്ന തരത്തിൽ പരാമർശം നടത്തിയാൽ കലാപാഹ്വാനമാകുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ശ്രീ റജി ലൂക്കോസ്. അല്ല, അതിന് ഒരു മറുപടി പറയാം. ഇപ്പൊ ഈരാറ്റുപേട്ടക്കാരനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലം ഇദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ തെളിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഈരാറ്റുപേട്ട അങ്ങേയറ്റം വർഗീയവാദികളുടെ ഒരു നാടാണ്. ഈരാറ്റുപേട്ടക്കാരനാന്ന് പറയുമ്പോൾ അതുപോലെ അങ്ങനെ പറയാൻ ഈ മനുഷ്യനാരും അവകാശം കൊടുത്തത്? ഞാൻ ഈ മനുഷ്യൻ അവകാശം കൊടുത്ത ആരാണെന്ന് എനിക്കറിയാമോ? നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടും ഒരു പോലീസുകാരനും തന്റെ വീട് തേടി ചെല്ലില്ല, ഒരു കലാപാഹനവും തന്റെ വീട്ടിലേക്ക് എത്തില്ല എന്ന ബോധ്യം ആ മനുഷ്യൻ അവകാശം കൊടുത്തത് ഈ നാട്ടിലെ നിയമം നോക്കുകുത്തിയായി നിൽക്കും എന്ന ഉറച്ച ബോധ്യം, അതിന് ഉത്തരവാദി ആരാണെന്നാണ് ശ്രീ റജി ലൂക്കോസ് ഞാൻ കുറെ നേരമായി അങ്ങോട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങ് അഭിഭാഷകനാണ്, ഈ രാജ്യത്തെ നിയമത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ്. ഇത് നോക്കൂ, ഈ നാട്ടിൽ ആർക്കെങ്കിലും ഒരു മനുഷ്യനെ അയാളുടെ ചെകഞ്ഞു നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു ബോധ്യമില്ലാതെ അയാളുടെ മതം ഇന്നതാണ്, സ്ഥലം ഇന്നതാണ്, മുൻപ് പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തീവ്രവാദി എന്ന് വിളിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെ വിളിക്കുന്ന ഒരാളെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? അയാൾ പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ബോധ്യമുണ്ട് എന്നങ്ങേക്ക് തോന്നുന്നുണ്ടോ? കൃത്യമായിട്ടുള്ള രാഷ്ട്രീയത്തോടു കൂടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ അത് ഈ മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്ന് പറയുന്നു. ഈ മാധ്യമപ്രവർത്തകൻ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പറയുന്നു. ഈ വർഗീയവാദിയാണ് എന്ന് പറയുന്നതും ഇതേപോലത്തെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എല്ലാവരും പറയുന്നത് താങ്കൾ ഒരു വർഗീയവാദിയാണല്ലോ എന്നാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ഈ ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണ് എന്നുള്ളതാണ്. ഇവിടെ രണ്ടുപേരും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ശരിയാണോ എന്നുള്ളതല്ലേ ശരിയായിട്ടുള്ള ചോദ്യം. അതല്ലാതെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് പ്രശ്നമാവുകയും വർഗീയവാദി എന്ന് വിളിക്കുന്നത് പ്രശ്നമല്ലാതെയാവുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലത്തെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് റെട്ടോറിക്കിന്റെ മേലെ ആവുമ്പോൾ കേവലത്തിൽ ഒരു വിഭാഗത്തെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായി മാറുമ്പോൾ വാക്കുകൾക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള സാമ്പ്രദായിക അർത്ഥം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ അർത്ഥം നഷ്ടപ്പെട്ടിട്ടുള്ള ധാരാളം വാക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത്, വർഗീയവാദി എന്ന് വിളിക്കുന്നത്, തീവ്രവാദി എന്ന് വിളിക്കുന്നതൊക്കെ ആ രീതിയിലായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ BJP പ്രവർത്തകർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകളെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഒരു ധർമ്മത്തിനോ ഒരു സമാജത്തിന്റെ അഭിവൃദ്ധിക്കോ വേണ്ടി സംസാരിക്കുന്ന ആളുകളെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ മട്ടിലുള്ള പരാമർശമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തകന് നിയമപ്രകാരം തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ നിയമത്തിലുള്ള അവകാശമുണ്ട്. ആ മാനനഷ്ട കേസിൽ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എനിക്ക് വിവരമുണ്ട്, ഇന്റലിജൻസിന്റെ വിവരമുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അത്തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന് വിശദീകരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും ബാധ്യസ്ഥനാണ്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. ഇവിടെ റജി ലൂക്കോസ് ഇടതുപക്ഷത്തിന്റെ വക്താവായിട്ടാണ് സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ന് CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഈ കാര്യത്തിൽ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദി അല്ല, അദ്ദേഹം സമൂഹത്തിൽ മതേതരത്വത്തിന് വേണ്ടി വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. സമാനമായിട്ടുള്ള പരാമർശങ്ങൾ മുന്നേ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള സമയത്തും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ്
സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മുന്നണി വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് തങ്ങളെ കൈവിട്ടിരിക്കുകയാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെയുള്ള ആ ഒരു വോട്ടെടുപ്പിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ സർവാധിപത്യമാണ് ആ മലബാർ മേഖലയിൽ ഉണ്ടാവുന്നത്. അവിടെയുള്ള ജില്ലാ ഡിവിഷനിലെ 32 ഡിവിഷനിൽ ഒരു സീറ്റ് പോലും CPM-ന് കിട്ടുന്നില്ല. 32 എണ്ണവും മുസ്ലിം ലീഗിനാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ 12 മുനിസിപ്പാലിറ്റിയിലെ 11 മുനിസിപ്പാലിറ്റിയും UDF-നാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ബ്ലോക്കിലെ 15 എണ്ണത്തിലെ 14 എണ്ണവും മുസ്ലിം ലീഗിന് UDF-നാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ 94 എണ്ണത്തിലെ 91 എണ്ണവും UDF-നാണ് കിട്ടുന്നത്. അപ്പോൾ തങ്ങൾക്ക് ആ വോട്ട് ഇനി കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഇടതുപക്ഷത്തിന് വന്നിട്ടുണ്ട്. അവിടെ എന്താണ് അവർ ശ്രമിക്കുന്നത്? അവർ ശ്രമിക്കുന്നത് UDF എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകളുടെ ഒരു സംഘാതമാണ്. UDF-ന് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ഭരണമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും അതേപോലെ തന്നെ SDPI കൂടി നിയന്ത്രിക്കുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷ ഭരണം കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ബദലായിട്ട് ഒരു ഹൈന്ദവ ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ധ്രുവീകരണം, ഒരു ഭൂരിപക്ഷ ധ്രുവീകരണമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ ആനുകൂല്യത്തിൽ വീണ്ടും ഭരണത്തിലേറാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പരീക്ഷണം. ആ പരീക്ഷണത്തിന് വേണ്ടി വളരെ കൃത്യമായിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത്. അതല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ പ്രകോപിതനായി പറയുന്നതല്ല. വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചത് പറയുന്നത് ഇത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത് എന്നാണ്. എന്നിട്ട് അത് അങ്ങ് പറയുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ്. ഒരാൾ അങ്ങോട്ടൊന്ന് വിളിച്ചു, ഒരാൾ ഇങ്ങോട്ടൊന്ന് വിളിച്ചു എന്ന്. ആ ചോദ്യം അങ്ങ് തന്നെ ആവർത്തിക്കുന്നുണ്ട്. വർഗീയവാദി എന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് എന്ന്. അതൊരു ചോദ്യമാണ്, അതിനൊരു മറുപടി ഉണ്ടാകണം. മറ്റതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കൃത്യമായ ഒരാളെ തീവ്രവാദി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഒരു ചോദ്യത്തിനൊരു അതെ. അപ്പോൾ ഒരു ചോദ്യത്തെയും ഒരു സ്റ്റേറ്റ്മെന്റിനെയും നമുക്ക് ഒരു തട്ടിൽ വെച്ച് തൂക്കാൻ കഴിയില്ല എന്ന് അങ്ങേക്ക് അറിയാം ശ്രീ ശങ്കുട്ടിദാസ്. രണ്ടാമത്തെ കാര്യം ഇതാ നോക്കൂ, എപ്പോഴാണ് ഈ LDF-ന് വേണ്ടി അല്ലെങ്കിൽ CPM-ന് വേണ്ടി ബാറ്റ് ചെയ്യാനുള്ള ബാറ്റ് നിങ്ങൾ കൈമാറിയത്? പോയ 2 തെരഞ്ഞെടുപ്പ് കാലം മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പ്രചാരണം നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ ബാറ്റ് കൈമാറ്റം എപ്പോഴായിരുന്നു? അതോ രണ്ടുപേരും കൂടി കോമൺ ആയി ഉപയോഗിക്കുകയാണോ? നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലത്തും BJP-യുടെ NDA-യുടെ നേതാവായിട്ടില്ല. ഈ പറയുന്ന BDJS എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ പോലും BDJS-ന്റെ ഒരു ഔദ്യോഗിക ചുമതലയിലും വരാത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. തുഷാർ വെള്ളാപ്പള്ളി അതിന്റെ ചുമതലയിലുണ്ട്, ശരിയാണ്. പക്ഷേ SNDP-യും BDJS-ഉം തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവും ആവശ്യമില്ല. SNDP എന്ന് പറയുന്നത് സാമുദായിക പ്രവർത്തനം നടത്തുന്ന സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് രാഷ്ട്രീയത്തിൽ നേരിട്ടിട്ട് ഇടപെടാൻ താല്പര്യമില്ലെന്നുള്ള പക്ഷമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അദ്ദേഹം മുൻപ് സ്ഥാനാർത്ഥികൾക്കും തനിക്ക് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോയിട്ട് നിൽക്കൂ, ഞാൻ പറയട്ടെ. നിങ്ങളുടെ ചോദ്യം ഞാൻ കേട്ടല്ലോ, എൻ്റെ ഉത്തരം നിങ്ങൾ മുഴുവൻ കേൾക്കൂ. UDF-ലും LDF-ലും ഉള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഇന്ന സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു കാലത്തും BJP-യുടെ NDA-യുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചുമതലയിൽ വെള്ളാപ്പള്ളി നടേശനില്ല. ചുമതലയിലുണ്ടായിരുന്നു ഞാനും ചർച്ചയിൽ പറഞ്ഞില്ല. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് ശ്രീ ശങ്കുട്ടിദാസ്. പക്ഷേ NDA-ക്ക് വേണ്ടി അദ്ദേഹം 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് താരപ്രചാരകനായി തന്നെ പോയി. നിങ്ങൾ ചോദിച്ചത് ശ്രീ മാധു, നിങ്ങളുടെ ചോദ്യത്തിലുള്ള ആദ്യത്തെ തെറ്റ് ഈ മാധ്യമപ്രവർത്തകൻ്റേത് കേവലം ചോദ്യം മാത്രമായിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ്റേത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളെ എല്ലാവരും വർഗീയവാദി എന്നാണല്ലോ വിളിക്കുന്നത് എന്ന് പറയുന്നത് ചോദ്യമാവുന്നത്? അത് തനിക്ക് പറയാനുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനത്തിലൊരു ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിലെ 100% മനുഷ്യരും വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി എന്ന് വിളിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശന് വർഗീയവാദി അല്ലെന്നുള്ള സമീപനമുള്ള എത്രയോ ആളുകൾ കേരളത്തിലില്ലേ? തന്റെ പക്ഷത്ത് അല്ലെങ്കിൽ തന്റെ വിഭാഗത്തിന്റെ ഒരു ചോദ്യം, താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘടന ആഭിമുഖ്യമുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു ചോദ്യം വിഭാഗത്തിന്റെ എന്ന് പറയാം. അദ്ദേഹം UDF അനുകൂല സമീപനമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിഭാഗം എന്ന് പറഞ്ഞത്. നിങ്ങൾ അതിലേക്ക് മതപരമായിട്ടുള്ള ആംഗിൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത് ദയവായി. ബോധപൂർവ്വം അത്തരത്തിലുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള ബോധപൂർവ്വം അല്ലെങ്കിൽ അബോധത്തിൽ പോലും അങ്ങനെയുള്ള വാക്കുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. ശ്രീമതി മാധു അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തരാൻ എനിക്ക് നിങ്ങളൊരു മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കും. ഞാനൊന്ന് പറയട്ടെ. അതായത് ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട്, നിങ്ങളോടല്ലാട്ടോ, ഇനി അത് വ്യക്തിപരമായിട്ട് എടുക്കരുത്. ഞാനൊരു ഉദാഹരണം പറയാണ്. നിങ്ങളൊരു നാണമില്ലാത്തവനാണെന്നാണല്ലോ എല്ലാവരും പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ചോദ്യമാണോ?
അതാണ് സ്റ്റേറ്റ്മെന്റ്. ഈ പറഞ്ഞതും സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നിങ്ങളൊരു നാണമില്ലാത്തവനാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ശ്രീ സംഗീതദാസ് അങ്ങ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. അങ്ങ് അറിയാതെ പോലും പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഈ പറയുന്ന 2 ദിവസത്തെ സംഭവങ്ങളും ഇന്നത്തെ 30 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള വാർത്താ സമ്മേളനവും അന്ന് ശിവഗിരി കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള സമ്മേളനവും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഈ പറയുന്ന ചോദ്യം, വെള്ളാപ്പള്ളി നടേശന് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം അങ്ങൊരു വർഗീയവാദിയാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് എന്നുള്ളതാണ്. അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ആ ചോദ്യം എന്ന് പറയുന്നത് കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യണമെന്നുള്ള താല്പര്യത്തോട് ചോദ്യമാണ്. ആ ചോദ്യത്തിൽ അദ്ദേഹം പ്രകോപിതനാവുന്നുണ്ട്. പ്രകോപിതനായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത് രണ്ടും തെറ്റാണ്. ഇത് രണ്ടും ശരിയായിട്ടുള്ള അർത്ഥത്തിലല്ല. ഒരാൾ തീവ്രവാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആശയപരമായിട്ടുള്ള ഒരു സംഘർഷത്തിന് സാധ്യതയില്ല, അതിന്റെ കാര്യമില്ലെന്ന് വിചാരിച്ച് ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ആളുകളാണ്. വർഗീയവാദി എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗീയവാദി എന്ന് പറഞ്ഞാൽ തന്റെ വർഗത്തിന് ശത്രുപക്ഷത്താണ് മറ്റെല്ലാ വർഗ്ഗങ്ങളും എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കെതിരെ ആക്രമണോത്സുകമായ പ്രവർത്തനം നടത്തുന്ന ആളാണ്. വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവനയൊക്കെ നടത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ മുസ്ലിം ലീഗിനെതിരെയാണ് പറയുന്നത്, ഞാൻ മുസ്ലിം സമുദായത്തിനെതിരായിട്ടൊന്നും പറയുന്നില്ല. തനിക്ക് ദീർഘകാലമായി മുസ്ലിം സമുദായവുമായിട്ടുള്ള അടുത്ത ബന്ധത്തെ പറ്റി തങ്ങളുടെ കേസുകളെല്ലാം നടത്തുന്ന ഒരു മുസ്ലിം അഭിഭാഷകനാണ്, അതല്ലെങ്കിൽ തങ്ങളുടെ ഓഡിറ്റ് നടത്തുന്ന, ഞാൻ മുഴുവൻ പറയട്ടെ, ഞങ്ങളുടെ ഓഡിറ്റ് മുഴുവൻ നടത്തുന്ന ഒരു മുസ്ലിമിന്റെ ഇതാണ്. താൻ നാളെ വിരുന്നിന് പോകുന്ന ഒരു മുസ്ലിമിന്റെ വീട്ടിലാണ്. താൻ മുസ്ലിം സമുദായവുമായിട്ട് അത്ര അടുത്ത ബന്ധമുള്ള ആളാണെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നു ഞാൻ പറയുന്ന മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗിന് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഒരു സാമുദായിക സന്തുലനം പാലിച്ചിട്ടില്ല. തങ്ങൾക്ക് ഒരു അൺഎയ്ഡഡ് കോളേജ് മാത്രമേ തന്നിട്ടുള്ളൂ. പകരം മുസ്ലിം ലീഗിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് 48 കോളേജുകൾ കൊടുത്തു. അപ്പോൾ തന്റെ സമുദായത്തിന് അർഹമായിട്ടുള്ള ആനുകൂല്യമോ അവകാശമോ കിട്ടിയിട്ടില്ല എന്നൊരാൾ രാഷ്ട്രീയമായിട്ട് പരാമർശം നടത്തുമ്പോൾ മലപ്പുറം ജില്ലയെ പരാമർശിച്ചു അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പരാമർശിച്ചു എന്നത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ആ രീതിയിൽ ആക്രമിക്കുകയും അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് തെറ്റാണെങ്കിൽ അതേ മട്ടിലുള്ള തെറ്റാണ് തിരിച്ചും ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നില്ല. ഇത് രണ്ടുപേരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള ആക്ഷേപം മാത്രമാണ്. ആവർത്തിച്ച് അങ്ങ് അത് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഉപയോഗിച്ചൊരു വാക്ക് ചോദ്യം എന്നുള്ളതാണ് എന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. അത് വിശദീകരിക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോഴും അങ്ങ് ഉപയോഗിക്കുന്ന വാക്ക് ചോദ്യം എന്നാണ്. അപ്പോൾ അങ്ങേക്ക് തന്നെ അറിയാം അത് ചോദ്യം എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെയാണ് ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം, അതായത് നൗഷാദ് മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എനിക്ക് പറയാൻ തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, എന്നിരുന്നാൽ പോലും സാഹചര്യം വെച്ചാൽ പറയേണ്ടി വരുന്നു. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായി മരിച്ചിട്ടേ കാര്യമുള്ളൂ, മുസ്ലിം ലീഗുകാരനായി മരിച്ചിട്ടേ കാര്യമുള്ളൂ എന്നല്ല പറഞ്ഞത്, മുസ്ലിമായി മരിച്ചിട്ടേ കാര്യമുള്ളൂ എന്നാണ് അന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന. ഞാൻ പറയട്ടെ അല്ലല്ല, അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയ പരാമർശങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച. അങ്ങ് പറയുമ്പോൾ ഇടപെടരുതേ എന്ന് അങ്ങ് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ പറയുകയാണ്, ഇന്നത്തെ കാര്യമല്ല ശ്രീ സംഗീത. അങ്ങ് പറഞ്ഞോളൂ, ഞാൻ പറയാം, അങ്ങ് പറഞ്ഞോളൂ. ഈ വിഷയം ഇന്ന് നടത്തിയിട്ടുള്ള പരാമർശത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം എന്താണ്, അതിന്റെ രാഷ്ട്രീയം എന്താണ്, അദ്ദേഹത്തിന്റെ വിശദീകരണം എന്താണെന്ന് പറയുമ്പോൾ 5 കൊല്ലം മുൻപ് നടത്തിയിട്ടുള്ള ഒരു പരാമർശം എടുത്തുകൊണ്ട് വന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തെ ഈ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പക്ഷപാതമാണ്. നിങ്ങൾ വളരെ വൺ സൈഡഡ് ആയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ വിരോധം മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ചർച്ച നയിക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. കഴിഞ്ഞോ? ശരി. അങ്ങ് ഒരു അഭിഭാഷകനാണ്, അങ്ങ് നിരവധി കേസുകൾ നടത്തുന്ന ഒരാളാണ്. ഒരാൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനു മുൻപ് അദ്ദേഹം സമാനമായ ക്രൈം നടത്തിയിട്ടുണ്ടോ എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാറുണ്ട് ചർച്ചകളിൽ. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചതുപോലും നിരന്തരമായി ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കഴിയുന്നത് എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് എന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു പരാമർശമാണ് അദ്ദേഹം 2015 നടത്തിയത് എന്നുള്ളത് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അങ്ങും ഇന്നത്തെ ഒരൊറ്റ കാര്യം മാത്രമല്ല ഈ ചർച്ചയിൽ സൂചിപ്പിച്ചത്, എന്തിന് 2016 തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ കാര്യങ്ങൾ പോലും അങ്ങ് സൂചിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഈ മലപ്പുറത്തെ അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ സ്ഥാപനങ്ങളുടെ എണ്ണം എന്നത് അദ്ദേഹം രണ്ടാമത് വിശദീകരണം നൽകിയപ്പോൾ മാത്രം പറഞ്ഞൊരു കാര്യമാണ്. ആദ്യം പറഞ്ഞത് അവിടെയുള്ള സമുദായക്കാർക്ക് ശ്വാസം മുട്ടുന്ന തരത്തിൽ, എന്ത് വിദ്യാഭ്യാസ സ്ഥാപനം, 10 വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയതുകൊണ്ട് അവിടെ മുഴുവൻ കോൺക്രീറ്റ് ആണ്, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നല്ല പറഞ്ഞത്, എന്ന തരത്തിൽ അവിടെയുള്ള സമുദായാംഗങ്ങൾക്ക് ശ്വാസം വലിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തിക്കൊണ്ടല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അങ്ങ് അത് വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോഴും ചോദ്യം എന്ന വാക്കു തന്നെയാണ് ഉപയോഗിച്ചത് എന്ന് ഞാൻ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇടവേള, തിരിച്ചു വരാം. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ ജോസഫ് സി മാത്യു. ഇപ്പോൾ BJPയുടെ പ്രതിനിധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടിയുള്ള രാഷ്ട്രീയ സാമുദായിക സാഹചര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്.
ഭൂരിപക്ഷ ധ്രുവീകരണത്തിലൂടെ വോട്ടുറപ്പിക്കുക എന്നുള്ളതാണ് CPM തന്ത്രമെന്ന് BJP വിമർശിക്കുന്ന സാഹചര്യത്തെ അങ്ങ് എത്ര കൗതുകത്തോടെ നോക്കിക്കാണുന്നു? മാധുവിടെ പല കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ധ്രുവീകരണം ഉണ്ടെങ്കിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരിക്കാം. എന്നാലും അദ്ദേഹം പറയുന്നത് ഇവിടെ മത്സരം UDFും BJPയും തമ്മിലാണെന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ധ്രുവങ്ങളായി സമുദായ അടിസ്ഥാനത്തിൽ ഇത് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് തങ്ങൾക്ക് ഗുണകരമാണ് എന്ന് കരുതുന്നു. അതിനനുകൂലമായ ഒരു കളമൊരുക്കൽ ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നു. ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല, BDJS എന്നുള്ള സംഘടനയ്ക്ക് അദ്ദേഹം പേരിട്ട മീറ്റിംഗ് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇതെന്ന് നമുക്കറിയാം. അത് LDFിലോട്ട് പോകണോ അതോ BJPയിൽ തന്നെ നിൽക്കണോ എന്നുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അദ്ദേഹം പറഞ്ഞതിലോടുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രധാനപ്പെട്ട 2-3 അഭിപ്രായ വ്യത്യാസം ഞാൻ പറയാം. അദ്ദേഹം വളരെ സമർത്ഥമായി ഇവിടെ വിശദീകരിച്ചു. അതൊരു ഭാഷയുടെ സിമാൻറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നെങ്കിൽ അത് വളരെ കറക്റ്റാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതല്ല നമ്മൾ സംസാരിക്കുന്നത്. ഈ നമ്മുടെ സൊസൈറ്റി ഒരാളെ ടെററിസ്റ്റ് എന്ന് വിളിക്കുന്നതിന് വലിയ മാനമുണ്ട്. ഇത് ഇത്ര വലിയ രാഷ്ട്രീയ സംഘടനയൊന്നും വേണ്ട. നമ്മുടെ ക്രിക്കറ്റിൻ്റെ കമൻട്രിയുടെ സമയത്ത് നവജോത് സിംഗ് സിദ്ധു മോണ്ടെ പനേസറിനെ മറ്റോ ലുക്സ് ലൈക്ക് എ ടെററിസ്റ്റ് എന്നൊരു തമാശ രൂപേണ പറഞ്ഞാണ്. അദ്ദേഹത്തെ ആ കമൻറ്റേറ്റർ കസേരയിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ കേരളത്തിൻ്റെ പുരോഗമന രാഷ്ട്രീയ സ്വഭാവത്തിനും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത് അദ്ദേഹം ഇവിടെ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചോദ്യം അങ്ങോട്ട് നിങ്ങളൊരു വർഗീയവാദിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ട് തീവ്രവാദി എന്ന് വിളിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ ആ ദൃശ്യങ്ങൾ, മൈക്ക് തട്ടി മാറ്റിയ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മാതൃഭൂമിയുടെ മൈക്കാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ മറ്റേ ഇദ്ദേഹം തട്ടി മാറ്റിയ ചാനലിൻ്റെ മൈക്ക് അതിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. അദ്ദേഹം അത് തട്ടി മാറ്റുകയാണ്. ആകെപ്പാടെ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ഈ വർഗീയതയെ ഒഴിച്ചൊരു ആനുകൂല്യം കൊടുക്കാവുന്നൊരു കാര്യം, ഒരു അനുരാഗ കുശുമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു കാര്യമുണ്ട്. ഞാനാണോ, അതായത് ഈ മൈക്രോ ഫൈനാൻസ് മൂലം ജനങ്ങളെ പറ്റിക്കുന്നവനാണോ, വട്ടിപ്പലിശയ്ക്ക് ജനങ്ങളെ പറ്റിക്കുന്നവനാണോ, ആരാണ് മുഖ്യമന്ത്രിക്ക് കൂടുതൽ പ്രിയപ്പെട്ടവൻ എന്നൊരു ചോദ്യം അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വരികൾക്കിടയിലുണ്ടായിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വർഗീയ വിഷം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്താണ്? അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് എത്ര സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടി എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ശുഭിതനാകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹം മുസ്ലിം ലീഗിനോടുള്ള വിരോധമാണ് പറയുന്നതെന്നുള്ള രീതിയിൽ ഒളിച്ചു കടത്തുന്ന ഈ വർഗീയ വിഷമുണ്ടല്ലോ, അത് എക്സ്പോസ്ഡായി പോവും. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എപ്പോൾ എന്ത് കിട്ടി, അന്ന് എന്ത് ഒരെണ്ണമെങ്കിലും കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, പിന്നോക്ക സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ ഞങ്ങളുണ്ടായിരുന്ന ഒരു ധാരണയുണ്ടായിരുന്നു, അത് തെറ്റിച്ച് അവർക്ക് മാത്രം കിട്ടി എന്ന് പറയാണ്. അതായത് ഈ നമ്മുടെ മുന്നിൽ ഇവർ അവതരിപ്പിക്കുന്ന പിന്നോക്ക സമുദായത്തെ ഉദ്ധരിക്കാൻ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം അറിയാതെ ഉത്തരം മുട്ടിയപ്പോൾ വിളിച്ചു പറയാണ്. അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്? SN കോളേജിലെ പിരിവൊക്കെ നടത്തുന്നത് പോലെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനം വേണം. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ പെടുന്ന അംഗങ്ങൾ, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല, ശ്രീനാരായണ ആ സംഘത്തിൽ പെടുന്ന ആൾക്കാർക്ക്, ഈഴവ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് പഠിക്കാൻ ഒരു അവസരം കേരളത്തിൽ ഇല്ലെങ്കിൽ അത് ഗുരുതരമായ വിഷയമാണ്. അതാണോ അദ്ദേഹം ചോദിക്കുന്നത്? അല്ലല്ലോ. എനിക്ക് പിരിവ് നടത്താനുള്ള സ്ഥാപനങ്ങൾ എവിടെയെന്നല്ലേ അദ്ദേഹം ചോദിക്കുന്നത്? ഈ സ്ഥാപനം നടത്തിപ്പ് എവിടെയെന്നല്ലേ അദ്ദേഹം ചോദിക്കുന്നത്? ഈ ചോദ്യത്തിന് അദ്ദേഹം ഒരു സമുദായത്തെ കരുവാക്കിക്കൊണ്ട് ഈ വർഗീയതയുടെ മറ വെച്ചുകൊണ്ട് അദ്ദേഹം പെരുമാറുകയാണ് അദ്ദേഹം ഇതിലുടനീളം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇദ്ദേഹം എവിടെയാണ് ഈ വീട് കേന്ദ്രീകരിച്ച്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് മുഴുവൻ NDAക്ക് അനുകൂലമായിട്ടാണ്. ഈ സമീപകാല ഇലക്ഷനുകളിലെല്ലാം അങ്ങനെയാണ്. വേറെ ആരോടും കൊടുക്കാത്ത, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഉപജീവനത്തിന് വേണ്ടി പയറ്റുന്ന ആൾക്കാർക്ക് പോലും കൊടുക്കാത്ത ഒരു ആനുകൂല്യം ഇദ്ദേഹത്തിന് കൊടുക്കുന്നതിൻ്റെ പിറകിലുള്ളത് എന്താണ്? ഇവിടെ നോക്കൂ, LDFിൻ്റെ ഇപ്പോഴത്തെ ഒരു നയം എന്താണ്? കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളും അവർക്ക് വേണ്ടപ്പെട്ടവരാണ്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടെ വളരെ പ്രസക്തമാണ്. ഉമ്മൻചാണ്ടി സാറിന് കാല് വയ്യാതെ ഒറ്റ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുമ്പം ഉമ്മൻചാണ്ടി സാർ ചോദിക്കുന്നത് എന്താ? അയ്യോ, ഞാൻ ആ സ്കൂളിന് അനുമതി തന്നല്ലോ, പിന്നെന്തിനാ വന്നതെന്നാ. കാരണം ഈ വരുന്നത് കാല് കാണാനല്ല, സ്കൂളിനാണെന്ന് ഉള്ള ബോധ്യം ഉമ്മൻചാണ്ടി എന്നുള്ള രാഷ്ട്രീയക്കാരനുണ്ട്. അപ്പോൾ സമുദായ നേതാവിൻ്റെ കാല് വയ്യാത്തതിന് മുഖ്യമന്ത്രി അങ്ങോട്ട് ചെന്നാലും, മുഖ്യമന്ത്രിയുടെ കാല് വയ്യാത്തതിന് സമുദായ നേതാവ് ഇങ്ങോട്ട് വന്നാലും ഈ കാലുവാവ കാണാനല്ല പോകുന്നത്. ഇവർ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കച്ചവടം കൈമാറാൻ വേണ്ടിയാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം.
ഇതെല്ലാം ചോദിക്കുമ്പോൾ ഇത് തികട്ടി വരികയാണ്. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം എഴുതി തയ്യാറാക്കി പേര് സഹിതം കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഇന്നിടത്തുകാരൻ തീവ്രവാദി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വർഗീയതയാണ് വിളമ്പുന്നതെന്നും നിങ്ങൾ വർഗീയവാദിയാണെന്നും നിങ്ങൾ ഫാസിസ്റ്റ് ആണെന്നും ഒക്കെ പറയുന്നത് പോലെയാണ് എന്ന് പറയുന്നതിലെ ഒരു അസ്വാഭാവികതയുണ്ട്. ഒരു കാര്യം കൂടെ പ്രസക്തമായൊരു കാര്യമുണ്ട്. നിങ്ങൾ അക്കൗണ്ടബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്, അവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ മറുപടി പറയുകയും വേണം, അവരെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കും. സാധാരണക്കാരനെ നിർത്തി രണ്ടുപേരും തുല്യരാണെന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചു, അപ്പോൾ അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിച്ചപ്പോൾ തിരിച്ചു വിളിച്ചതാണെന്ന് പറയുന്നതിന് എന്ത് ന്യായം? അദ്ദേഹം അവിടെ വെച്ച് വപ്പ് കടിക്കുന്നതും ഇറക്കി വിടണമെന്ന് ചോദിക്കുന്നതും മൈക്ക് തട്ടിക്കളയുന്നതും എല്ലാം കണ്ടില്ലേ? ആ പൊസിഷനിലല്ലല്ലോ അവരിയ്ക്കുന്നത്. നിങ്ങൾ ഉത്തരം പറയാനായി ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാർ, ഒരു സമൂഹത്തിൽ അക്കൗണ്ടബിലിറ്റി ഉള്ള പോസ്റ്റിൽ ഇരിക്കുന്നവരുണ്ട്, അല്ലാതെ സാധാരണ പൗരന്മാരും ഉണ്ട്. അപ്പോൾ ഈ സാധാരണ പൗരൻ എന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാണിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ഥാനത്ത് അക്കൗണ്ടബിലിറ്റി ഉള്ള സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ഇവർ യോഗ്യരല്ല എന്നാണ്. പക്ഷെ അദ്ദേഹത്തെ നമുക്ക് വിടാം. അദ്ദേഹം കുറേ നാളുകളായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വർഗീയത തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അത് കേരളത്തിൽ വില പോകുമോ ഇല്ലയോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം തീരുമാനിക്കട്ടെ. പക്ഷേ ഇടതുപക്ഷ കേരളം എന്ത് ചെയ്യുകയാണ്? ഈ പാർട്ടി എന്ത് ചെയ്യുകയാണ്? ഈ പാർട്ടിക്കൊരു നിലപാടുണ്ടോ? ഇന്ന് കണ്ട് ഇത്ര വലിയ വിഷം വിളമ്പിയ ഈ ദിവസം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഒരു യുവജന സംഘടന പോലും ഇല്ലല്ലോ. അതോ ഇനി ബുൾഡോസർ വരണോ? പാർട്ടിക്ക് അഭിപ്രായമില്ല, പാർട്ടിയുടെ യുവജന സംഘടനയ്ക്ക് അഭിപ്രായമില്ല. ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊരു അഭിപ്രായം അവർക്കുണ്ടോ? ഇവരെന്താണ് പേടിക്കുന്നത്? ഏത് മുതലാളിയുടെ, ഏത് മൊത്തക്കച്ചവടക്കാരന്റെ വോട്ടിന് വേണ്ടിയാണ് ഇവർ കാത്തു നിൽക്കുന്നത്? ശരി, ഓക്കെ. ശ്രീ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളോ ഒരു രാഷ്ട്രീയക്കാരനോ എന്നുള്ളതല്ല. കേരളത്തിലെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി മറ്റൊരാൾക്ക് ആ നിലയ്ക്കുള്ള വാക്കുകൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന തോന്നൽ കേരളത്തിൽ വെച്ചു പൊറുക്കാൻ പാടില്ലാത്തതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കാൻ തയ്യാറായത്. ഇടവേള, തിരിച്ചു വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ അനിൽ ബോസ്, ഇപ്പോ അന്ന് VM സുധീരൻ പരാതി കൊടുത്തു, ശരിയാണ്. ഇന്നും ആ സ്ഥാനത്തിരിക്കുന്ന ആളുകളുണ്ട്, ശരിയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും കൃത്യമായ വാക്കുകളിൽ കേരളത്തിൽ എന്താണ് കേൾക്കേണ്ടത് എന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാം. അല്ല, അതിൻ്റെ അകത്ത് ആദ്യം പരാതി കൊടുക്കേണ്ടത് യൂത്ത് കോൺഗ്രസും ഒന്നും അല്ലല്ലോ. വ്യക്തിപരമായി ഈ ചോദ്യം അഭിമുഖീകരിച്ച വ്യക്തി കൊടുക്കണ്ടേ ആദ്യം? കേരളത്തിൻ്റെ പൊതുസമൂഹം കൂടെ നിൽക്കും. കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. എല്ലാ കാലത്തും വർഗീയ വിളമ്പുന്ന സംസാരം ആര് നടത്തിയാലും അതിനെതിരെ കാർക്കശ്യ സ്വഭാവമുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചു. ഇവിടെ കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറത്തിനെതിരെ, ലീഗിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെയുമാണ്. അവർക്കെല്ലാ ആനുകൂല്യങ്ങളും വഴിവിട്ട് കിട്ടുന്നു എന്ന തരത്തിലാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളിതിൽ കൂടുതൽ എന്താണ് SNDP യോഗത്തിന് ചെയ്യേണ്ടത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNDPക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് R ശങ്കർ എന്നാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ 3ാമത്തെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. മനസ്സിലായല്ലോ. അതിനുശേഷം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഈ ആക്ഷേപങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി പിണറായി വിജയൻ 3ാം ഭരണത്തിൽ വരും എന്ന് വാശിയോടുകൂടി പറയുമ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്ത് അദ്ദേഹം നേടിയെടുത്തു ആ സമുദായത്തിന് വേണ്ടി, അദ്ദേഹം ഇരിക്കുന്ന സംഘടനയ്ക്ക് വേണ്ടി എന്ന് പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഞാൻ കണ്ട ഇന്നലത്തെ അഭിമുഖത്തിൽ ആ ചോദ്യത്തിന് ശേഷമാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. ശ്രീ അനിൽ ബോസ്, പല പ്രയോഗങ്ങൾ ഉണ്ടായി എന്നുള്ളത് സ്ഥാപനങ്ങൾ കിട്ടാത്തതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രശ്നം എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ വരുന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ BJP പ്രതിനിധി വളരെ കൃത്യമായി അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടില്ലേ? അദ്ദേഹം സംസാരിക്കുന്നത് പിണറായി വിജയൻ്റെ 3ാം ഭരണത്തെക്കുറിച്ചും അതിനുവേണ്ടി വഴിയൊരുക്കലിന് വേണ്ടിയുമാണ്. എന്തുകൊണ്ട് BJPക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല? എന്തുകൊണ്ട് അതൊരു ശരിയായ കാര്യമല്ല എന്ന് BJPക്ക് ഓപ്പൺ സ്പേസിൽ പറയാൻ പറ്റുന്നില്ല? അത് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഞങ്ങൾ എപ്പോഴും പറയുന്നത് എന്താ? CPM-ഉം BJP-യും ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ഈ ചർച്ചയിൽ ബോധ്യപ്പെട്ടത് CPM-നെ അനുകൂലിച്ച് പരസ്യ നിലപാടെടുത്ത് ഓരോ നിമിഷവും പ്രതികരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനെ ഒരു വരി കൊണ്ട് പോലും തള്ളിപ്പറയാൻ BJP തയ്യാറാകുന്നില്ല.
ഇവിടെ ഇപ്പം CPM പ്രതിനിധിയായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന റജി ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. പാർട്ടിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം CPM-ന് വേണ്ടിയും ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയും ചർച്ച വരുന്ന ആളാണ്. ഞാൻ അതിനെ ഇകഴ്ത്തി കാണുകയല്ല. പക്ഷേ CPM അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ഓൺ ചെയ്യുന്നില്ലല്ലോ. ഓൺ ചെയ്യുന്നുണ്ടോ? അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറഞ്ഞാൽ അത് CPM ഓൺ ചെയ്യുന്നുണ്ടോ? CPM ഓൺ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഇത് കൃത്യമായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രതികരണങ്ങളാണ്. അത് ഇന്നത്തെ പ്രതികരണം അല്ല ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി SNDP ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന വ്യക്തിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളും നിലപാടുകളും കേരളത്തെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്നതിന് അനുകൂലമാകുന്ന സാഹചര്യം ഒരുക്കുന്നു. അത് കൃത്യമായ രാഷ്ട്രീയമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് CPM-ൻ്റെ രാഷ്ട്രീയമാണ്. CPM-ലുപരിയായി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയമാണ്. അത് കൃത്യമായ ആലോചനകളുടെ അടിസ്ഥാനത്തിലാണ് പുറത്തു വരുന്നത്. മാധു പലവട്ടം ചോദിച്ചല്ലോ, നടപടിയെടുക്കുമോ? കോൺഗ്രസ് പാർട്ടിയാണോ നടപടിയെടുക്കേണ്ടത്? ഐക്യ ജനാധിപത്യ മുന്നണിയാണോ നടപടിയെടുക്കേണ്ടത്? ആ പ്രയോഗത്തിൽ പരാതി കൊടുക്കേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയല്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തു. യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തു എന്നുള്ളതല്ല, വ്യക്തിമാരാണ്. അദ്ദേഹം പരാതി കൊടുക്കേണ്ട ആദ്യം. അതിനനുസരിച്ച് നടപടിയെടുക്കേണ്ടത് ഡ്യൂട്ടി ആർക്കുള്ളതാണ്? ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ആക്ട് ചെയ്യുന്നില്ലല്ലോ. അതിൽ CPM-ൻ്റെ നിലപാട് എന്താണെന്ന് കൃത്യമായ ചോദ്യത്തിന് ഉത്തരം പറയാത്തത് കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കേരളത്തിൽ കലുഷിതമായ കലാപ സാഹചര്യം ഒരുക്കാൻ വേണ്ടി ബോധപൂർവം വരുന്ന 4 മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ കൃത്യമായ ഒരു ഡിവിഷൻ ഇവിടെ ഉണ്ടാക്കുക. മജോറിറ്റി കമ്മ്യൂണിറ്റി വോട്ട് സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്സ് അല്ലാതെ ഒരു വിപ്ലവമില്ല, ഒരു പ്രത്യയശാസ്ത്ര രാഷ്ട്രീയവുമില്ല. അധികാരം പിടിക്കാൻ തികഞ്ഞ പച്ച വർഗീയതയാണ്. ആ വർഗീയത CPM-ൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 1-ാം നമ്പർ കാറിൽ കയറിയതിന് ശേഷമാണ് ഇത്രയും വലിയ വിഷം ചീറ്റൽ ഉണ്ടാകുന്നത്. അതിങ്ങോട്ടുള്ള യാത്രയിൽ ഇവിടെ വലിയ അന്തഛിദ്രം ഉണ്ടാക്കാൻ ഇടയാക്കുന്നതാണ്. ഇതിനെതിരെ ജാഗ്രതയായി പൊതുസമൂഹം നിൽക്കും. കാരണം വിദ്യാസമ്പന്ന സമൂഹമാണ് കേരളത്തിലുള്ളത്. ഞാൻ ഒരു സെക്കൻഡ്, മാധു ഒരു വരി ഒറ്റ വരി മാത്രം. സംഘപരിവാറുകാരെന്ന് പറയുന്നത് വർഗീയ വിഷം ചീറ്റുന്ന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവരാണ്. പക്ഷെ ഇന്ന് അതിനേക്കാൾ വലിയ വർഗീയതയ്ക്ക് വിത്തുപാകുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അവർ നിലപാട് വ്യക്തമാക്കണം. CPM നിലപാട് വ്യക്തമാക്കണം ഈ വിഷയത്തിൽ. ഓക്കെ, ശ്രീ റജി ലൂക്കോസ്, 4 വോട്ടിന് വേണ്ടി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവരല്ല ഇടതുപക്ഷമെന്ന് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞൊരു വാക്കും ഞാൻ സമാനമായി ആവർത്തിക്കുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്തു പറഞ്ഞാലും, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം പറയുന്ന വർഗീയതയല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വർഗീയതയാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയാണ്, ക്ഷമിക്കണം, വെള്ളാപ്പള്ളി നടേശനാണ്. ഇനി പിണറായി വിജയൻ ഭക്തനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ആരാണ്? അത് വെള്ളാപ്പള്ളി നടേശനാണ്. ആരെങ്കിലും തീവ്രവാദിയാണോ രാജ്യസ്നേഹിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ആരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. കാരണം അദ്ദേഹം ഇവിടുത്തെ നവോത്ഥാന സമിതിയുടെയൊക്കെ അധ്യക്ഷനാണ്. അല്ല, അതിനൊരു മറുപടി പറയാം. കോൺഗ്രസ് വോട്ട് ചെയ്താൽ അത് BJPക്ക് വോട്ട് ചെയ്തതിന് തുല്യ. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ അരുണാചൽ പ്രദേശിനെ പോലെ നാണം കെടുത്തിക്കൊണ്ട് 8 പേര് ജയിച്ചു കോൺഗ്രസിൻ്റെ. ആ 8 പേരും പോയി BJPക്ക് വോട്ട് ചെയ്ത് BJPയുടെ ഭരണം അവിടെ കൊണ്ടുവന്നു. അത്രയ്ക്ക് ലജ്ജാകരമായ സംഭവം കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അരുണാചൽ പ്രദേശ് പിന്നെ ഒരൊറ്റ MLA കോൺഗ്രസിനോട് ആ കോൺഗ്രസ് മറ്റത്തൂരിലെ മുഴുവൻ കോൺഗ്രസിന്റെ ഉണ്ടായിരിക്കാൻ പറയാം. ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെ കൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കൾക്ക് മാത്രമേ ഇനി ചാനലിൽ പോകാൻ പറ്റുള്ളൂ. മറ്റുള്ള ചാനൽ ചർച്ച വരാൻ പാടില്ല എന്നാണ്. അത് ജനങ്ങൾ കേൾക്കട്ടെ. ഇവിടെ എനിക്ക് വേറൊരു മറുപടി പറയാനുണ്ട്. ഈ വിഷയത്തിലേക്ക് മറുപടി പറയാനുണ്ട് എനിക്ക്. അതൊന്ന് കേൾക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട ശങ്കുട്ടിദാസ് പറഞ്ഞു CPM-ന് വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശങ്കുട്ടിദാസിന്റെ ഓർമ്മയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാം. 2015 BDS
രൂപീകരിക്കാൻ ഈ വെള്ളാപ്പള്ളി കേരളം മുഴുവൻ യാത്ര ചെയ്ത് അയാടൊക്കെയാണ് ഈ നവാസിനെ നമ്മുടെ നൗഷാദിനെ കുറിച്ച് പറഞ്ഞത്. അന്ന് ശംഖുപുരം കടപ്പുറത്ത് വെച്ച് നടത്തിയ യോഗത്തിൽ വെച്ച് ഈ BDJS പ്രഖ്യാപിക്കുന്ന ആരെന്നറിയോ? നിങ്ങളുടെ സമുന്നതനായ ദേശീയ നേതാവിനോടൊപ്പം പ്രഖ്യാപിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇന്നും ആ NDAയിൽ നിന്ന് അവർ മാറിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? 2016 കേന്ദ്ര സർക്കാരിന്റെ സൗജന്യത്തിൽ ഹെലികോപ്റ്ററിൽ നടന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളം മുഴുവനും BJPക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്. നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ അതൊന്നുമല്ല വസ്തുത. ഇവിടെ സംഭവം എന്താണ്? ഇവിടെ ഒരു യുവ മാധ്യമപ്രവർത്തകരെ വെള്ളാപ്പള്ളി നടേശൻ ജാതിയുടെയും നാടിന്റെയും പേര് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച ജനാധിപത്യ സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് തീവ്രവാദിയെ ആക്ഷേപിച്ചത് തന്നെയാണ് തെറ്റ്. അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചു. ഞങ്ങളുടെ പാർട്ടി തന്നെ പറഞ്ഞു അദ്ദേഹം പറയുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് CPM-ന് വേണ്ടി സംസാരിക്കണമെന്ന് പറയുന്നത്? ആ പ്രതികരണമൊക്കെ അതിനു മുൻപാണ്. അടുക്ക ശങ്കുടിദാസ്, അത് കഴിഞ്ഞ ദിവസം അതിന് ആവർത്തനമാണ്. അടുക്ക ശങ്കുടിദാസ്, 3ാം തവണയും പിണറായി സർക്കാർ വരും എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ പറയുന്ന ആളെ പിന്തുണയ്ക്കേണ്ട ആവശ്യം BJPക്ക് എന്തിനാണ് എന്നൊരു ചോദ്യം ഇതിൽ ഉയർന്നു. മറുപടി. നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ SNDP സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ വലിയൊരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും തന്നെയാണ് BJPക്ക് എല്ലാ കാലത്തുള്ളത്. അദ്ദേഹത്തെ വിമർശിക്കുന്ന, അദ്ദേഹത്തെ തള്ളി പറയുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോന്നൊന്നുമില്ല. ഈ കാര്യത്തിൽ കൃത്യമായിട്ട് രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരാമർശങ്ങൾ തെറ്റാണ്. രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള താല്പര്യമുണ്ട്. പക്ഷേ ഇതിന്റെ ലാർജർ പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ കാണുന്നത്. ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? എപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രൊവോക്ഡ് ആവുന്നത്? കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴാണ്. അതായത് അദ്ദേഹത്തിന് പറയാൻ മടിയുള്ള കാര്യം CPM-ന്റെ ഭരണത്തിലും ഈ സമുദായത്തിനും ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അദ്ദേഹം UDF-ന്റെ ഭരണകാലത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്തും കഴിഞ്ഞ 10 കൊല്ലവും തങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് രാഷ്ട്രീയമല്ലേ? അദ്ദേഹത്തോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഏറ്റവും കൂടുതൽ കിട്ടിയത് ആരുടെ കാലത്താണ്? അദ്ദേഹം പറഞ്ഞു ആദ്യം കിട്ടിയത് R. ശങ്കറിന്റെ കാലത്താണ്. അത് പാർട്ടിയുടെയോ മുന്നണിയുടെയോ അല്ല, R. ശങ്കർ തന്നതാണ്. പിന്നെ കിട്ടിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അദ്ദേഹം പറയാത്ത കാര്യം പിണറായി വിജയന്റെ കാലത്തൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആ കാര്യം വളരെ ബോധപൂർവ്വം ഹൈഡ് ചെയ്യുകയും UDF-നെ ഒന്നും തന്നില്ല അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നതിന്റെ പൊളിറ്റിക്സ് വളരെ വിസിബിൾ അല്ലേ, വളരെ ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന വളരെ തയ്യാറെടുത്ത് ഇദ്ദേഹം എഴുതി കൊണ്ടുവന്നിട്ടാണ് ഈ ചോദ്യമൊക്കെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു അവിടെ എൻ്റെ ഒരു ചോദ്യം ഞാൻ ഇന്ന് ഈ കൗതുകത്തോടു കൂടി കാണുമായിരുന്നു. 30 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ, അതായത് 2.5 മിനിറ്റ് ആയപ്പോൾ തന്നെ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകനെതിരെ തീവ്രവാദി എന്നുള്ള പരാമർശം നടത്തി. ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ ഇടപെട്ടിട്ടില്ല. പിന്നീട് 12ാമത്തെ മിനിറ്റിൽ അദ്ദേഹം വീണ്ടും ഇതേ പരാമർശം നടത്തുന്നുണ്ട്. പേപ്പർ നോക്കി വായിക്കുന്നുണ്ട്. ആ സമയത്ത് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളെ പറ്റി എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നു? ബാക്കി ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ല. ഈ ചോദ്യം ചോദിക്കുന്ന ആളെ വെള്ളാപ്പള്ളി നടേശൻ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു, മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. പിന്നെയും 15 മിനിറ്റ് അദ്ദേഹം നിർലോഭം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടത്തുന്നു. 25ാമത്തെ മിനിറ്റിലാണ് പിന്നീട് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുമ്പോൾ മാധ്യമപ്രവർത്തകർ മൊത്തം പ്രതീക്ഷിച്ച് ദേശീയ മാധ്യമത്തിന്റെ പെൺകുട്ടി വരെ അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. പറയട്ടെ, ഞാൻ പറയട്ടെ. അതിനുശേഷം 25ാമത്തെ മിനിറ്റിൽ വീണ്ടും ചോദ്യം, ഇദ്ദേഹം അവസാനിപ്പിക്കുന്ന സമയത്ത് വീണ്ടും ചോദ്യം ചോദിക്കാൻ പറ്റുമ്പോൾ 2 ചോദ്യങ്ങൾക്ക് ശേഷം 3ാമത്തെ ചോദ്യമായിട്ടാണ് വീണ്ടും ഈ ചോദ്യം വരുന്നത്. ആ ചോദ്യം ചോദിച്ച ആളെ ഇദ്ദേഹം തള്ളി അവിടെ ഇരുത്തുന്ന സമയത്ത് വേറൊരാൾ വീണ്ടും ഏറ്റു ചോദിക്കുന്നു. അതിനുശേഷം ഈ 30ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഈ വാർത്താ സമ്മേളനം നിർത്തി എണീറ്റ് പോകുമ്പോഴും മാധ്യമപ്രവർത്തകർ പിന്നെ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഇരുന്നിട്ട് ഇനി അരമണിക്കൂർ കൂടി സംസാരിച്ചാൽ അരമണിക്കൂറും കേൾക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമപ്രവർത്തകൻ പോലും ഈ മൈക്കും എടുത്തുകൊണ്ട് പോയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് വർഗീയ പരാമർശമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ നിന്ന് പ്രതിഷേധിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ വാർത്താ സമ്മേളനം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നില്ല. ഇത് മുഴുവൻ ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാവുന്നത് മുഴുവൻ പറയിപ്പിച്ച് ഇതിന്റെ TRP കോഷ്യന്റ് മുഴുവൻ ഉപയോഗിച്ചതിന് ശേഷം ഈ ധാർമ്മിക രോഷം കാണിക്കുന്ന കാര്യത്തിൽ എന്ത് സത്യസന്ധതയാണ് ഉള്ളത് എന്നുള്ളതും കൂടി ഈ ചർച്ചയിൽ ഒന്ന് ഉന്നയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ഓക്കെ. ഞാൻ അതിന് മറുപടി പറഞ്ഞു പോകാൻ ബാധ്യസ്ഥയാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഞാനത് പറയുകയും ചെയ്യുന്നു. വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനാണ് അവിടെ മാധ്യമപ്രവർത്തകർ പോയിരിക്കുന്നത്. അദ്ദേഹം ആദ്യം അത് പറഞ്ഞു, ശരിയാണ്. അതിൽ പ്രതികരിക്കാത്തതിൽ എന്താണ് എന്നൊരു ചോദ്യം എനിക്കുമുണ്ട്. ശ്രീ ശങ്കുട്ടിദാസ്, പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അത് തൊഴിലിന്റെ ഭാഗമായി പോയതാണ്. 1 തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ പിന്നീട് 2 തവണ ചോദ്യങ്ങളുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വർഗീയതയാണെങ്കിൽ അത് കേരളം കേൾക്കേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് കേരള ജനത ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വരാത്ത രീതിയിൽ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ വാർത്താ സമ്മേളനം ബഹിഷ്കരിച്ചു പോയാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേരളം കേൾക്കില്ല.
ഈ തരത്തിലല്ല, ഇതിനേക്കാൾ വിദ്വേഷപരമായ പരാമർശങ്ങൾ, ഇതിനേക്കാൾ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ദിനേന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കേട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യുന്നത്. അത് CPM-ന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസവും ഒരു ചർച്ചയിൽ പറഞ്ഞു. ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന പരാമർശം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേട്ടിട്ടുണ്ട്. കേരളം കേൾക്കട്ടെ എന്നേ നവോത്ഥാന നായകന്മാരുടെ വാഗ്വിലാസം. കേരളം കേട്ടാലേ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. ആത്മരോഷമില്ലായ്മ കൊണ്ടല്ല, ചെയ്യുന്ന തൊഴിൽ തുടർന്നും ചെയ്യേണ്ടതാണ് എന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ്. ഇത് കേൾപ്പിക്കലാണ് ദൗത്യം, തൊഴിൽ എന്നുള്ളത് കൊണ്ടാണ് ആ വാർത്താ സമ്മേളനം ബഹിഷ്കരിക്കാതിരുന്നത്. പറയും. ഒരു മിനിറ്റ് എനിക്ക് തരാമോ? അങ്ങ് പറഞ്ഞിട്ടുള്ള വിശദീകരണം, അങ്ങ് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യത്തെയും റദ്ദാക്കുന്നതും പരസ്പര വിരുദ്ധവുമാണ്. ഒന്ന്, കേരളം ഒരിക്കലും കേൾക്കാൻ പാടാത്തൊരു പരാമർശമാണ് ഇത്, എന്തുകൊണ്ട് ഇതിവിടെ ഉണ്ടായി എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പൊ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ അത് പറയുന്നത് പരമാവധി പറയട്ടെ, അത് കേൾപ്പിക്കലാണ് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം നടത്തിയ പരാമർശത്തിന്റെ ന്യായീകരണം അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം നടത്തിയ പരാമർശത്തിന്റെ ന്യായീകരണം അദ്ദേഹം പറയുന്നത്. പിന്നെ ഇത് നോക്കൂ, കേരളം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് ഒളിച്ചു വെക്കണമെന്നല്ല അർത്ഥം. അങ്ങ് നേരത്തെ പറഞ്ഞ ഭാഷയുടെ ആ പരിമിതി അല്ല. കേരളം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരും പറയാൻ പാടില്ലാത്തത് എന്നു തന്നെയാണ്. അല്ലാതെ ഒരാൾ പറഞ്ഞോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അത് കേരളം കേൾക്കാൻ പാടില്ല അതുകൊണ്ട് ഒളിച്ചു വെക്കാം എന്ന നിലയ്ക്കല്ല. അങ്ങനെയെങ്കിൽ തെറ്റിദ്ധരിക്കുകയും വേണ്ട. ശരി, എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാക്കിയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. കേരളം ഇങ്ങനെ കേൾക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ സംവിധാനങ്ങൾക്കും ഇത് കേരളം കേൾക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ തുടരട്ടെ.